ധർമ്മസ്ഥലയിൽ പോലീസിന്റെ ഗുരുതര വീഴ്ചകൾ വ്യക്തമാക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു. 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകളാണ് നശിപ്പിച്ചത്. 2000 മുതൽ 2015 വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ പട്ടികയാണ് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്തത്. ഈ 15 വർഷ കാലയളവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് താൻ ഈ കാലയളവിലാണ് ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളതെന്നാണ്. അദ്ദേഹം 1998 മുതൽ 2014 വരെയാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്തിനിടയിലുള്ള അസ്വാഭാവിക മരണങ്ങളുടെ പട്ടികയാണ് ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചു കളഞ്ഞത്. അത് കോടതിയിൽ പോയി കൃത്യമായി നിയമവഴിയാണ് അത് നശിപ്പിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഇവിടെ വരുന്നത് ഈ കാലയളവിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, അപകട മരണങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അത് പോലീസിന് വ്യക്തമായി അറിയാവുന്നതാണ്. പല ആരോപണങ്ങളുണ്ട്, പലരും പരാതി കൊടുത്തിട്ടുണ്ട്, കേസിന് പോയിട്ടുണ്ട്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ പോലുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടയിലാണ് അതിൻ്റെ ഇടയിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ബെൽത്തങ്ങാടി പോലീസ് ഈ UDR മുഴുവനായി നശിപ്പിച്ചു കളയുകയാണ്. അങ്ങനെയാണ് UDR ലഭിക്കില്ല എന്നുള്ളൊരു വിവരാവകാശ രേഖ അത് പ്രകാരം ചോദിച്ച ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് UDR തങ്ങളുടെ പക്കത്തിൽ ഇല്ല എന്നാണ്. അതും 2023 ഈ രേഖകളൊക്കെയും നശിപ്പിച്ചു കളയുന്നത്. ഏതാണ്ട് 1.5 വർഷം മുൻപ് ഇതുപോലെ പല കേസുകളും ഉയർന്നു വരുമ്പോൾ പലരും പ്രധാനമായി ഈ മരണങ്ങളൊക്കെ ചോദ്യം ചെയ്തു വരുമ്പോഴാണ് UDR രേഖ ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചു കളയുന്നത്. അത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നതുകൊണ്ടൊക്കെയാണ് അവർ ഈ UDR രേഖ നശിപ്പിച്ചു കളഞ്ഞതെന്നും കോടതിയെ സമീപിച്ച് നിയമപരമായി കളഞ്ഞതു എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മറുപടി ലഭിക്കുന്നത്. പക്ഷേ അതിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം. അതിനപ്പുറത്തേക്ക് ഈ SIT സംഘം ആദ്യം തന്നെ ധർമ്മസ്ഥല പഞ്ചായത്തിൽ വന്ന് ഈ UDR രേഖകളൊക്കെയും കൈപ്പറ്റി മടങ്ങിയിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള വിവരം ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കാവുന്ന മറ്റ് പരമാവധി രേഖകളൊക്കെയും അവർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ നിലവിലെ അന്വേഷണത്തിന് ഇത് കാര്യമായി ബാധിക്കില്ല. പക്ഷേ ബെൽത്തങ്ങാടി പോലീസും ധർമ്മസ്ഥല പോലീസും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് പറയണം.